സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഞാനാണ് ഗോഡ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് ഒരു പുതിയൊരു സീരീസ് അല്ല എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ തവണ ഒരു വീടുണ്ടാക്കി കിടക്കുന്ന വീട്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോണത് നമ്മുടെ ഇന്നലെ കളിച്ചപ്പോൾ ജസ്റ്റ് നമ്മളൊരു സോമ്പിയുടെ അടികൊണ്ട് ചത്തായിരുന്നു. കാരണം നമുക്ക് ആർമറൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ എന്താ ചെയ്യാൻ പോകണം, നമുക്ക് ഫുൾ സെറ്റ് ആർമർ അങ്ങ് സെറ്റാക്കാം. അതിന് ആർമറാണ്, ഡയമണ്ട് അല്ലേ. അപ്പോൾ ഡയമണ്ട് വരുന്ന വെയിറ്റ് ചെയ്യണം. ഡയമണ്ട് ആവും, പേടിക്കേണ്ട, ഉടനെ ആവും. വണ്ടിയിൽ നിന്ന് പോവുക. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ അതിനായിട്ട് നമ്മൾ ഒന്നും സെറ്റാക്കിയിട്ടില്ല. ഇപ്പം നമ്മുടെ 2 ടോർച്ച് മാത്രമേ ഉള്ളൂ. നമുക്ക് കുറച്ച് ടോർച്ച് ഉണ്ടാക്കണം. അതിനെ കുറച്ച് കോൾ വേണം. അടിപൊളി കോള് കിട്ടി. അപ്പോൾ ഇത് നമ്മൾ ഈ കോള് വെച്ചെല്ലാം ഉണ്ടാക്കാൻ പോകണം. ഇനിയും കോള് വേണം. കോള് മെയിൻ ചെയ്യണം. ഓക്കെ, നമുക്ക് കോള് മെയിൻ ചെയ്യാം. നമുക്ക് അവിടെ ഞാൻ കോള് കണ്ടായിരുന്നു. നമ്മൾ സ്റ്റെപ്പായിട്ട് വെച്ചേക്കുന്നിടത്ത് തന്നെ കോളുണ്ട്. കുറച്ച് കോൾ എടുക്കാം അവിടുന്ന്. അപ്പോൾ ഇതുവരെ സബ് ചെയ്തില്ലെങ്കിൽ എൻ്റെ തല. ഇതുവരെ സബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സബ് ചെയ്യുക. ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ കമൻറ്റും കൂടെ ചെയ്തേക്ക്. എന്തിനാ വെറുതെ ഇരിക്കുന്നത്, അതും കൂടെ ചെയ്തേക്ക്. നമുക്ക് ഇവിടുത്തെ കോളെല്ലാം പൊടിച്ചെടുക്കാം. ഓക്കെ, ഗൈസ്, അപ്പം ഞാനിതിൽ അടുത്തായിട്ടുണ്ടാക്കാൻ പോകുന്നത് ഒരു അയൺ ഫാം ആയിരിക്കും. അപ്പോൾ ഗൈസ്, നല്ലൊരു അയൺ ഫാമിൻ്റെ ട്യൂട്ടോറിയലെല്ലാം ഉണ്ട്. എൻ്റെ ഇൻസ്റ്റാ പേജിലൊന്ന് ഇട്ടേക്കണേ. ഞാൻ ഉണ്ടാക്കുന്ന അയൺ ഫാമൊക്കെ തല കുത്തനെ കിടക്കുക എന്ന് വെച്ചാൽ അറിയാലോ. അത് തന്നെ. എന്താണ്, ഒന്നും നേരെ വർക്കാവുന്നില്ല. അങ്ങനാണ് നമ്മളുണ്ടാക്കിയ ബാക്കിയുള്ളവരുണ്ടാക്കിയ ഓഹോ, അങ്ങനെയല്ലല്ലോ, നമ്മളുണ്ടാക്കിയ ഓഹോ അല്ലേ. ഇതിലായിക്കോട്ടെ. ഒന്ന് മണ്ടക്കോട്ടൊന്ന് ചടിക്കരുത്. പോരവേ ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മണ്ടക്കുന്ന ഔട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഞാനിനി സ്റ്റോൺ ടൂൾസും കൊണ്ട് നടക്കുന്ന കോപ്പറാക്കി കൂടെ നിന്ന് കോപ്പറാക്കാൻ തോന്നില്ല ഗൈസ്. എന്താണെന്ന് പറഞ്ഞൂടാ, ബ്രെയിൻ സമ്മതിക്കുന്നില്ല. കോപ്പർ പൊട്ടിക്കായിരുന്നോണ്ടായിരിക്കാം. ഏത് തലച്ചോറ് പറയുന്നു നീ പൊട്ടിക്കണ്ട, ഇത് നിനക്കുള്ള ഐറ്റമല്ല. ഓക്കെ, കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടു. കുറച്ച് സ്റ്റിക്ക് വേണം. തടിയായി. എന്തിനെനിക്ക് വേറൊന്നുമില്ല. ഡേറ്റ് വേണം. വേണ്ട. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി കോള് വെച്ച് സെറ്റാക്കാം. ഗൈസ്, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ല, എനിക്കറിയാം നിങ്ങൾക്കുള്ളവരാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക. ഓക്കെ, ഈ മൈൻ ചെയ്യുന്ന സ്ഥലത്ത് പോകണം. അത് -15 അല്ല 15. ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അവിടെ കുറച്ച് താഴോട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ താഴോട്ടെത്തിയിട്ടുണ്ട്. ഞാൻ മുമ്പ് ഒരിക്കൽ ഇവിടെ നിന്ന് ഇത്രയും ഇച്ചിരിയായിട്ട് കുഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെയും കുഴിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഇവിടെ മറ്റേ ഗ്രാവലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പുറത്ത് കുഴിച്ചിട്ട് പിന്നെ കുഴിക്കാൻ നിന്നില്ല. ഇനിയിപ്പോൾ കുഴിക്കാം. ഇവിടെ നിന്നാണ് നമ്മൾ അയൺ മൈൻ ചെയ്യാൻ പോണത്. അയൺ മൈൻ ചെയ്യാൻ പോണത്. നമ്മൾ അയൺ മൈൻ ചെയ്യുമ്പോൾ ഈ ഒരു 15 ബ്ലോക്ക് ഇതെന്ത് മറ്റേ സ്ട്രോങ് ഹോൾഡ് അല്ലേ? അല്ലല്ല, സ്ട്രോങ് ഹോൾഡ് അല്ലേ. എന്ത് പറയും, എന്താ പറയുന്ന ടഫ് ബ്ലോക്ക്. അയ്യോ, ഇതല്ലേ. എന്തോ പറയും, എന്തായിരുന്നു പറയുന്ന. മറ്റേ ട്രയൽ ചേമ്പർ ഇതല്ലേ. കുറച്ചെടുക്കാം. പിങ്ങിരിക്കട്ടെ, കുത്തെടുക്കണ്ട. ഇപ്പം എടുക്കണ്ട. താഴോട്ടുണ്ടോ?
തിരിച്ചൊന്നുകൂടെ പോകണം. എനിക്ക് കളി കയറുന്നു. പക്ഷേ ഈ ട്രയൽ ചാമ്പർ എൻ്റെ ആളിയാ സീൻ തോട്ടണം മേട്ടണം പറഞ്ഞൂടാ. എന്തായാലും ട്രയൽ ചാമ്പർ കിട്ടിയ അയ്യോ ലക്ക് ലക്ക് ലക്ക്. നമ്മൾ ലക്കേഷ് കുമാറായി ഗൈസ്, നമ്മൾ ലക്കേഷ് കുമാറായി. നമുക്ക് ലക്ക് കിട്ടി. അല്ല പെണ്ണിനെയും പോയി പ്രപ്പോസ് ചെയ്താലോ? ചിലപ്പോൾ ലക്ക് വേണ്ട വേണ്ട തലക്കടി കിട്ടും. നമുക്ക് എപ്പോഴും ലക്ക് വേണ്ട. അയ്യോ ഇതും തെറ്റി. നമുക്ക് എപ്പോഴും ലക്ക് വേണ്ട, മനസ്സിലായ? നമ്മൾ സിംഗിളാണ്. പെമ്പിളാരെങ്കിലും കമൻറ്റിൽ ഞാൻ എൻ്റെ നമ്പരൊന്നിടും. ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി. എപ്പോൾ ആണെങ്കിലും എനേബിളാണ്. അത്രേ ഉള്ളൂ. ഓക്കെ വിട്. സ്ഥലം പറയും എത്തിയില്ലേ? കമൻറ്റിൽ കണ്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണും, പേടിക്കണ്ട. എന്നാലും ആമാതിരി സാധനമൊക്കെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ലെന്നാ. ഇതൊക്കെ ഇപ്പം നടക്കാൻ, എങ്ങനെ നടക്കാൻ? ബ്ലോഗിൻ്റെ ബ്രിക്കൊക്കെ ഉണ്ടല്ലേ ഫുൾ അങ്ങോട്ട്. എന്തായാലും എൻ്റെ ഒരു പഴകിയ മയം ഇങ്ങനെ പറ്റില്ലേ? അപ്പോൾ ഫുൾ ആർമറായില്ലേ? ആർമറാകുന്നില്ല, ടൂൾസ് ആകാം. എന്തായാലും നമ്മൾ അതിന് ആർമറാകുമ്പോൾ അതിന് മുമ്പ് ഈ കോപ്പർ ആർമറായിട്ട് എന്ത് കോപ്പ് ആക്സ് ഇപ്പം സ്റ്റോണിൻ്റെ ഇതുണ്ടാക്കിയാൽ 2 പിക്കാക്സ് ഉണ്ടാക്കാം. നമ്മൾ മൈൻഡ് ചെയ്യാൻ പോയില്ലേ? അല്ലേ വേണ്ട, ഇതും കൂടെ ഉണ്ടാക്കിയാലേ 5 ഉണ്ട്. ഒരു ഹെൽമെറ്റ് ഉണ്ടാക്കാം. 5 ഇല്ലായിരുന്നു. ആകോട്ടെ ഉണ്ടാക്കി. ഇതിവിടെ എനിക്ക് ബാക്കിയൊന്നും ചവറ്റോട്ട് ഇടാം. ഇതിനകത്തിടാം. നോട്ട് ചവറ്റോട്ടാ തീരാറായി. ദൈവമേ താഴോട്ട് നമുക്ക് ഇതൊക്കെ എടുത്ത് വെക്കണം. ഇപ്പോൾ വെക്കാനോ തലയിലൊരു ഹെൽമെറ്റ് കിട്ടിയപ്പോൾ ചെക്കാൻ ചുള്ളനായി. നമ്മൾ താഴോട്ട് എത്തിയിട്ടൊന്നും കൂടെ കാണാം. തുടങ്ങാം നമ്മുടെ മൈനി. നമുക്കിതെന്തായാലും ഇവിടെ വിട്ടേക്കാം. ഈ ബ്ലോക്ക് കണ്ടിട്ട് പൊട്ടിയായിരിക്കാനും തോന്നില്ല. ഏതല്ല ബ്ലോക്ക് ആണെന്ന് പൊട്ടിക്കാം. നമ്മുടെ ഫസ്റ്റ് 1 2 അപ്പോൾ ഈ ബ്ലോക്ക് ഇപ്പുറം ഉണ്ടല്ലോ. നമ്മൾ ലക്കിടേ പെട്ടെന്ന് നമുക്ക് എത്ര അരസ്റ്റാക്കാൻ വേണം. ഇപ്പം നമ്മുടെ 5 ഉള്ളു. പെട്ടെന്ന് ബ്ലോക്കും പറ്റുന്നുണ്ട്. കോപ്പർ കൊള്ളാം. ആക്ച്വലി ഞാൻ കോപ്പർ പൊടിച്ചെടുത്തപ്പോൾ കോപ്പർ കിട്ടിയതാണ്. അതായത് മനസ്സിലായല്ലോ? അത് തന്നെ. നിങ്ങൾ ബാക്കിലോട്ടൊന്ന് റിവൈൻഡ് ചെയ്തിട്ട് പിന്നെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. പൊട്ടിക്കുന്ന വഴി കിട്ടിയതാണ്. അതൊരു പോലും ഇപ്പോൾ കിട്ടാത്ത ഈ സൈഡിൽ കൂടെ പോണ ബ്ലോക്ക് ഉണ്ടോ? നമുക്ക് ഇങ്ങോട്ടൊന്ന് പൊളിച്ചു പോവാം. ഇപ്പം ഞാൻ കോപ്പർ ഓൺ ചെയ്തില്ലേ? ഉണ്ട്. ആരെയും തൊടാതെ പോയി എടുത്താലേ. എനിക്ക് ജസ്റ്റിനകത്ത് എന്തോന്ന് എന്തായാലും നോക്കാം. നമ്മൾ ഇതൊക്കെ അറിയണമല്ലോ. ഇത് റെഡി ഫുൾ. ഈ ആരോസൊക്കെ എനിക്കൊന്ന് ഇവിടെ ഈ ഹണിയും ആരോസും മാത്രമുള്ള. വേണ്ട ഇങ്ങോട്ട് വരണ്ട. ഇങ്ങോട്ട് പിന്നെ വരാം. കുറച്ച് വെട്ടം പിടിച്ചൊക്കെ വാർത്തേ. എന്താണ് വെട്ടം പിടിച്ചൊന്നും ഇല്ലാത്ത?
ഞാനിവിടെ വെളിച്ചം കൊണ്ടിരിക്കുക. എൻ്റെ പൊന്നളിയാ, ഇങ്ങനത്തെ കടിയൊക്കെ ഇടയ്ക്ക് വരുന്നത്. ഈ കടിയൊക്കെ മാറ്റണം. ഏറ്റവും വെളിച്ചം പോലും. ഇത് ശരിയാത്തില്ല. അഞ്ഞ് മഞ്ചിയ ഇല്ല കണ്ടിട്ട് കുരിക്കുന്നു. അതിൻ്റെ അകത്ത് മൊത്തം ട്രൈഡ് ചെയ്യാൻ ഫുള്ള് ഡയമണ്ടാണ്. നെതറൈറ്റ് ആയാൽ പോലും അവിടെ പോയി ചത്ത കളി. ഇവിടെ ഡയമണ്ടും നെതറൈറ്റും പോയിട്ടൊരു കോപ്പറിൻ്റെ ഒരു ഹെൽമെറ്റും കിട്ടുവാണ് നടക്കുന്നത്. ഞാൻ മണ്ടൻ എന്നിട്ട് കാണിക്കുന്നതൊക്കെ പിറപ്പുകളുണ്ട്. എന്നാണ് ഇങ്ങനെയൊക്കെ. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടേ, അത് എൻ്റെ ഈ വോയിസിൻ്റെ സ്റ്റൈല് എനിക്കിഷ്ടമല്ല. ഈ സാധനം ഈ ബ്ലോക്ക് ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ വോയിസിൻ്റെ സ്റ്റൈലും പിന്നെ ആ ഒരു ലാംഗ്വേജും അതും അങ്ങനെയുള്ളവരും ഇല്ലെങ്കിൽ എൻ്റെ വോയിസ് മാറ്റാൻ പറ്റില്ല. അത് ജനറ്റിക്കാണ്. സ്റ്റൈൽ കാണാൻ പറ്റുമെങ്കിൽ മാറ്റാം. അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ വോയിസ് എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയണം. മറ്റേ ലാപ്പിസ് ഒരു 5,000 ഫസ്റ്റ് തന്നല്ലാണ്ട് പിന്നെ തന്നില്ല. ഇനി എന്തായാലും പൊട്ടിച്ചാൽ തിരിച്ച് കിട്ടുമോ? കിട്ടൂടാ. എനിക്ക് പൊട്ടിക്കണ്ട. ഇതിൻ്റെ ആവശ്യം എനിക്ക് കിട്ടില്ല. കുറച്ച് ലെവൽ കിട്ടുമെന്നല്ലാണ്ട് ഇത് വെച്ചൊരു ഉപയോഗവും എനിക്കിപ്പോൾ ഇല്ല. സ്റ്റോറേജ് കളയുന്നതല്ലാണ്ട്. ഓരോ അയൺ കിട്ടുമ്പോൾ ഓരോ അപ്ഡേറ്റ് ഓരോ നീതം തരാം ഗൈസ്. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് മൈൻഡ് ചെയ്ത് 16 നമ്മൾ ഈ ഗെയിമിൽ കിടന്ന് പഠിച്ച് 16 കിട്ടിയിട്ടുണ്ട്. കുറച്ച് വീട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനി ഈ വഴിയെ കൂടെ പോകുമ്പോൾ ഇപ്പോൾ കാണിച്ചു തരാം. ഇതിൽ കിടക്കുന്ന അയനുണ്ട്. എംഐയിൽ സൂം ചെയ്ത് കാണിക്കാം. അയനാണ് ഇനി നമുക്ക് ആവശ്യം. ആളെങ്ങനെ എടുക്കും? കുറച്ച് ഹൈറ്റിലാണ്. ഒരു മിനിറ്റ്. ഈ വഴി കയറാൻ പറ്റും. ഞാനിവിടെ ഒരു ചെറിയൊരു പാത്ത് പോലെ നെറ്റാക്കിയിട്ടുണ്ട്. കാണിച്ചിട്ട് പെട്ടെന്ന് കയറും. സത്യം പറഞ്ഞാൽ കേവ് മൈനിങ് ആണ് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു കേട്ടോ. അത് കണ്ടുപിടിക്കാൻ കേവ് മൈനിങ് ആണ് ബെസ്റ്റ്. ഇപ്പോഴേ പറയുകയാണ് കേവ് മൈനിങ് ആണ് ബെസ്റ്റ്. മറിയുടെ ബ്ലോക്ക് ഓക്കെ. എല്ലാമായിട്ടുണ്ട്. നമുക്ക് 18 എണ്ണുണ്ട്. 19 വീട്ടിൽ ഇരിപ്പുണ്ട്. 18 നിങ്ങൾ കണ്ടുപിടി. 18 എത്രണ്ട? അതും 15 എത്ര? എത്ര? അല്ല 15 30. അപ്പോൾ 16 32. അപ്പോൾ 18 42. അല്ല 36. നിങ്ങളൊന്നും കമൻറ്റ് ചെയ്യും എത്രയാണെന്ന്. അത്രയാണ് ഇത് നമ്മളിപ്പോൾ കിട്ടാനുള്ളത്. ഇനി നിങ്ങൾ ഈ അയൺ കഴിച്ചു കഴിഞ്ഞാൽ അവസാനം പറയരുത്. കഴിക്കുന്നതിന് മുമ്പ് എന്തായാലും പറയണം. എനിക്ക് ബുദ്ധിയുണ്ടോ നോക്കാം. എനിക്കെന്തായാലും ബുദ്ധിയുണ്ട്. അതെനിക്ക് മനസ്സിലായില്ല. അത്രയുള്ളൂ. എനിക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇപ്പം എനിക്ക് ബുദ്ധിയില്ലെന്ന് പറയുന്നവർക്ക് ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് ബുദ്ധിയില്ലെന്നിട്ടാണ് എനിക്ക് ബുദ്ധിയില്ലാത്ത പോലെ തോന്നുന്നത്. ഒരിതാണ്. മനസ്സിലായല്ലോ? വെട്ടമടിച്ചിട്ട് എൻ്റെ കണ്ണ് മഞ്ഞളിക്കും. അങ്ങനെ ഇനി കുറച്ച് സ്മെൽ ചെയ്യാം. ഫുഡ് സ്മെൽ ചെയ്യാൻ വെച്ചായിരുന്നു. 2 കിട്ടി. ഞാനെന്തിനാ ഇത് കഴിക്കുന്നതെന്ന് നിങ്ങൾ ചോദിക്കരുത്. ഇത് എന്തിനാണെന്നും ചോദിക്കരുത്. ചെറിയ പണി ചെയ്ത് തീർത്തിട്ടും വലിയൊരു പണി ചെയ്യാനുണ്ട്. അതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് കുറച്ച് കളയാം. ഓക്കെ. എത്ര ക്യാരറ്റ് എത്ര പൊട്ടാറ്റോ ചെയ്ത് നോക്കാം. ക്യാരറ്റ് ഒരു സ്റ്റാക്ക് 17. പൊട്ടാറ്റോ 1.25. ഇത്രയും ക്യാരറ്റ് ചെയ്യണം പറ്റാം. എന്നിട്ട് ഇത്രയും ഇങ്ങനെ പക്ഷേ പിങ്കാടിനെ കൊല്ലത്തില്ല. ചത്തല്ലേ കൊല്ലത്തില്ല.
നോക്കിയിരിക്കും. ജസ്റ്റ് ഒന്നും അറിഞ്ഞില്ല. ബുദ്ധിമുട്ടി മുട്ട പൊട്ട് ഒന്നും ഉണ്ടായില്ല, രക്ഷപ്പെട്ടു. ഇല്ലേ, കഴിഞ്ഞ സീരീസ് പോലെ മുട്ട പൊട്ടി കോഴി ഉണ്ടായപ്പോൾ കോഴിയും കൊണ്ട് ഞാൻ നടന്നു. തുരുത്തിന് പോലും കോഴിക്ക് നല്ലൊരു പേരിട്ടില്ല. ഞാൻ ടിൻഡു മോൻ. അത് നിങ്ങളോട് പറഞ്ഞതാ, മനഃപൂർവ്വം നിങ്ങളോട് പറഞ്ഞു. നിങ്ങളെന്നെ പറ്റിക്ക്, അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി. ഇപ്പം കാർമർ മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ടൂൾസ് ഉണ്ടാക്കാത്തതിന് കാരണം നമ്മുടെ ഇതുണ്ട്, കുറച്ച് സ്റ്റോൺ ടൂളുണ്ട്, മീനുകളുടെ മുണ്ട് കുറേ കോപ്പറിൻ്റെ ടൂളുണ്ട്. ഇതൊക്കെ പൊട്ടട്ടെ. ആ ദിവസം മുണ്ട് പൊട്ടും, വന്നാളും ഇറക്കട്ടെ. ഏതല്ലേ, കുറച്ച് ഇത് കിടന്ന് വേവട്ടെ. ഓക്കെ ഗൈസ്, കൈകളുടെ ഹെൽമെറ്റിന് കാര്യം നോ കോംപ്രമൈസ്. അടുത്തേരി വലിച്ചെറിയുക. ഒരെണ്ണം കൂടെ ഉണ്ടാക്കി വെക്കണം. നമ്മളൊരെണ്ണെ മാറ്റി വെക്കുന്നതായിരിക്കും. ജസ്റ്റല്ല, ജസ്റ്റാണ് എന്ത് പറയുവാൻ. ജസ്റ്റ് എടുത്ത് ആർഡർ എടുത്ത് വെക്കുന്നതായിരിക്കും. ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് നമ്മൾ അയൺ ആർമർ ഫുൾ സെറ്റ് ഉണ്ടാക്കാൻ പോവാണ്. ആദ്യം നമുക്ക് ഹെൽമെറ്റ്, ചെസ്റ്റ് പ്ലേറ്റ്, ലെഗിൻസ്, പിന്നെ പാൻറ് അല്ല ഷൂ. അപ്പോൾ എല്ലാം കറക്റ്റാക്കി വെച്ചോളാം. ഓക്കെ, ആദ്യം ഹെൽമെറ്റ്, ചെസ്റ്റ് പ്ലേറ്റ്, ലെഗിൻസ്, ബൂട്ട്സ്. നിങ്ങളുണ്ടോടാ അതല്ലേ പാടാ ധൈര്യമുണ്ടേ. ഓ, എന്നെ തിളക്കം നോക്കി. ഞാൻ അണാർമറിട്ട സീനായിട്ട് പല്ലും തിളങ്ങുന്ന അണാർമറ ഒന്നിച്ച് ഇളങ്ങും നോക്കി. രണ്ട് വലിയ തിളക്കം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. വലുതായിട്ടൊന്നും ചെയ്തില്ല. ഇത് ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. കുറേ കൊണേടി നടന്നിട്ടുണ്ട്. എൻ്റെ കൊണേടി ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കുക. എല്ലാവരും അയണാർമർ ഇഷ്ടപ്പെട്ടവർ അതിന് ലൈക്ക് അടിക്കുക, പിന്നെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ റോഡ് ടു 100 അല്ല 200 സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ഗൈസ്, അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.